ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. രാവിലെ ആദ്യം ഉറക്കം വന്നത് ആരുവായിരുന്നു. രാത്രി കിടന്നതിൽ നിന്നും ഒന്ന് വ്യതിചലിക്കാതെ അതുപോലെ തന്നെ മാറിൽ മുഖമുഖത്തി കിടന്നുറങ്ങുന്ന മഹിയെ കണ്ട് ആരുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും തൻ്റെ കോലം ആലോചിച്ചപ്പോൾ ആരുവിൻ്റെ ചുണ്ടിലെ പുഞ്ചിരി തനിയെ മാഞ്ഞുപോയി. എൻ്റെ കണ്ണ, ഈ ചെകുത്താൻ എണീക്കുമ്പോൾ എന്നെ ഈ കോലത്തിൽ കണ്ട ശരിയാകില്ല. എങ്ങനെ ഈ പിടിയിൽ നിന്ന് പുറത്തു വരിക? ഉടുമ്പ് പിടിച്ചതുപോലെ തന്നെ വരിഞ്ഞു മുറുക്കി കിടക്കുന്ന മഹിയുടെ കയ്യിൽ നിന്നും അവൻ ഉണർത്താതെ മഹിയുടെ കൈകൾ അയക്കാൻ നോക്കി. അത് പറ്റാതെ വന്നതും ആര് സ്വയം പറഞ്ഞുകൊണ്ടൊരു വിധം തന്നിൽ മുറുകിയ മഹിയുടെ കൈകൾ എടുത്ത് മാറ്റി മഹി എങ്ങനെയൊക്കെയോ മാറ്റിക്കെടുത്ത് ബെഡിൽ നിന്ന് എണീറ്റിരുന്ന് കട്ടിലിൻ്റെ കാലിൽ കിടക്കുന്ന ടോപ്പ് കയ്യിലെടുത്തപ്പോഴേക്കും മഹി ഉറക്കം മുറിഞ്ഞ് ബെഡിൽ എണീറ്റിരുന്നതും ആര് ടോപ്പ് മുറുകെ പിടിച്ച് ദയനീയമായി മഹിയെ നോക്കി. നീ എന്തിനാ ഇത്ര നേരത്തെ എണീറ്റ്? വന്ന് കുറച്ചു നേരം കൂടെ കിടക്ക്, എനിക്ക് ഉറങ്ങണം. മാഹി അത് പറഞ്ഞ് ആരുവിൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് മുഖം ഉയർത്തി ആരുവിനെ നോക്കിയതും ഒരു കൈ കൊണ്ട് ടോപ്പും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഴിഞ്ഞുലഞ്ഞ മുടിയുമായി വിളറിയിരിക്കുന്ന ആരുവിനെ കണ്ട് മാഹി വിടർന്ന കണ്ണുകളോട് അവളെ തന്നെ നോക്കി പതിയെ ബെഡിൽ എണീറ്റിരുന്ന് അവളുടെ അടുത്തേക്ക് ആഞ്ഞതും മാഹിയുടെ വരവിൽ പന്തികേട് മനസ്സിലാക്കി ആരും മാഹിയെ തള്ളി ബെഡിലേക്കിട്ട് കയ്യിൽ കിട്ടിയ ഡ്രസ്സും എടുത്ത് വേഗം ബാത്റൂമിൽ ഓടിക്കേറി വാതിലടച്ചതും മാഹി തലയൊന്ന് കുടിഞ്ഞ് ചിരിയോട് ആരുപോയ വഴിയെ നോക്കി അവൾ തലവെച്ച് തലയിണയും കെട്ടിപ്പിടിച്ച് കിടന്നു. ആര് കുളിച്ചിറങ്ങുമ്പോൾ മാഹി വീണ്ടും ഉറക്കം പിടിച്ചിരുന്നു. അവനുണർത്താതെ മുടി തോർത്തിൽ നിന്നും അടിച്ച് കോതിയിട്ട് സീമന്തരേഖയിൽ സിന്ദൂരം തൊട്ട് ആര് ഡോറും ചാരി പുറത്തേക്ക് പോയി. ഓ വന്നോ? ഉറക്കത്തിൽ എണീറ്റ് പോകുന്ന സ്വഭാവം ഉണ്ടല്ലേ? അടുക്കളയിലേക്ക് വന്ന ആരുവിനെ കണ്ട സീത ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ രാവിലെ എണീറ്റ് പോയപ്പോൾ സീതമ്മ നല്ല ഉറക്കായിരുന്നു, അല്ലാതെ ഞാൻ ഉറക്കത്തിൽ പോയൊന്നുമല്ല. ആര് സീതയെ ഒളിക്കണ്ണിട്ട് നോക്കി വായിൽ വന്നൊരു കള്ളം പറഞ്ഞു. എടി കള്ളപ്പൂജെ, കണ്ണടച്ച് പാല് കുടിച്ച് ആരും കാണില്ലെന്നാണോ നിന്റെ വിചാരം? സീത ആരുവിനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആരും അവരെ നോക്കി സൈക്കിളിൽ നിന്ന് വീണ് ചിരിയങ്ങ് ചിരിച്ചു കൊടുത്തു. മാതി സീതേച്ചി എന്നെ മോളെ കളിയാക്കിയത്, മോളത് കൊണ്ടുപോയി സൂര്യന് കൊടുക്ക്. ഇന്ദു ആരുവിൻ്റെ കയ്യിൽ ചായ ഗ്ലാസ് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞതും ആര് ഇന്ദുവിനെ നന്ദിയോടെ നോക്കി വേഗം അതുമായി പൂമുഖത്തേക്ക് പോയി. അച്ഛാ ദാ ചായ. പൂമുഖത്ത് പത്രം വായിച്ചിരിക്കുന്ന സൂര്യക്കരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ആഹാ, മോളാണോ എന്ന് ചായ ഇട്ടത്? ആരുവിൻ്റെ ശബ്ദം കേട്ടതും പത്രം മടക്കി വെച്ച് അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി ചിരിയോടെ ചോദിച്ചു. ഏയ് ഞാനല്ല അച്ഛാ, അമ്മ തന്നെ ഉണ്ടാക്കിയത്. സൂര്യയുടെ ചോദ്യം കേട്ടതും ചിരിയോട് അടുത്തുള്ള ചെയറിൽ നിന്ന് പത്രം എടുത്ത് നിവർത്തിക്കൊണ്ട് പറഞ്ഞു. ഇന്ന് മുതലല്ലേ മോള് സ്കൂളിൽ പോയി തുടങ്ങുന്നത്? സൂര്യ ചായ സിപ്പ് ചെയ്തുകൊണ്ട് ആരുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ അച്ഛാ, ഇത്രയും ദിവസം ലീവല്ലായിരുന്നോ? ഇപ്പം മയ്യേട്ടന് സുഖമായി, അതുകൊണ്ട് ഇനി ലീവ് നീട്ടാനെന്ന് കരുതി. മോൾക്ക് വേറെ വല്ല ജോലിയോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പഠിക്കാനൊക്കെ പോയിക്കൂടെ? ആ ഇത്തിരിയുള്ള മക്കളെ മെരുക്കിയെടുക്കാനൊക്കെ നല്ല പണിയല്ലേ? എൻ്റെ അച്ഛൻ്റെ മകനെ ഡീൽ ചെയ്യുന്ന അത്ര പോലും പണിയില്ല അവരെ 10-30 അടക്കി നിർത്താൻ. പാത്രത്തിലെ തലക്കെട്ടുകളിലൂടെ കണ്ണോടിച്ച് ചെറിയൊരു ചിരിയോട് ആരോ പറഞ്ഞത് കേട്ടതും സൂര്യൻ ചിരിച്ചു. അത് മോള് പറഞ്ഞത് ശരിയാ, അവൻ്റെ സ്വഭാവം വെച്ച് അവനെ മെരുക്കിയെടുക്കാൻ ഇത്തിരി പണിയാ. ഇടഞ്ഞ മട്ടാവന് ഇത്തിരി പണിപ്പെട്ടിട്ടാണെങ്കിലും ആ ഇടഞ്ഞ അച്ഛൻ്റെ മകനെ ഞാൻ മൂക്ക് കയറിട്ട് അച്ഛൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. അതൊക്കെ നല്ലതാ, പക്ഷെ മോൾക്ക് തിരിച്ച് പണി കിട്ടാതെ നോക്കിക്കോളണേ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഒഴിഞ്ഞ ഗ്ലാസ് ആരുവിനെ ഏൽപ്പിച്ച് സൂര്യ പറഞ്ഞതും ആരും അതും പറഞ്ഞ് കിച്ചണിലേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായതും ആരും മഹിയെ വിളിക്കാൻ റൂമിലേക്ക് പോയി. മഹിയേട്ടാ. കുളിച്ചു വന്ന് കണ്ണാടിയിൽ നോക്കി താടിയും മുടിയും ഒക്കെ ചീകി വൃത്തിയാക്കുന്ന മഹിയെ നോക്കി ആര് പിടിച്ചു. എന്താ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? മഹിയേട്ടന് വെയിറ്റ് ചെയ്ത് നിൽക്കാം എല്ലാവരും. വാ നമുക്ക് താഴെ പോയി കഴിക്കാം. ആരും മഹിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട, നീ പോയി കഴിച്ചോ. മഹി ആരുവിനെ നോക്കി അതും പറഞ്ഞ് ഷെൽഫിൽ നിന്ന് ഷർട്ട് എടുത്തിട്ടു. അതെന്താ വേണ്ടാത്തത്? ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ലല്ലോ, വിശക്കുന്നില്ലേ? ആരും മഹിയെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. വേണ്ട, ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ പുറത്തുനിന്ന് കഴിക്കുന്നത്? ഞാൻ ഇവിടുന്ന് കഴിക്കാറില്ല. ആര് വിടാൻ ഭാവമില്ലാതെ ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മഹി മയത്തിൽ അവളോട് പറഞ്ഞു. എന്നിട്ട് ഇത്രയും ദിവസം നിങ്ങൾ കഴിച്ചിരുന്നല്ലോ, അതുകൊണ്ട് വലിയ ജാളിയൊന്നും ഇടാതെ വന്ന് കഴിക്കാൻ നോക്ക്. ആരവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഗതികേട് കൊണ്ട് മാത്രം ഞാനിവിടുന്ന് കഴിച്ചത്, ഇനി അതിൻ്റെ ആവശ്യമില്ല. മഹി തൻ്റെ കയ്യിൽ പിടിച്ച് ആരുവിൻ്റെ കൈകളെ അയച്ചുകൊണ്ട് പറഞ്ഞു. മാഹിയേട്ടൻ ഇവിടുന്ന് കഴിക്കില്ലെന്ന് ഉറപ്പാണോ?
ആരും മഹിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചതും മഹി അതേന്ന രീതിയിൽ അമർത്തി മൂളി. എന്നാൽ നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന അന്നേ ഞാനും ഇനി ഭക്ഷണം കഴിക്കൂ. മഹിയെ നോക്കി അത്രമാത്രം പറഞ്ഞ ആര് ബെഡിൽ പോയിരുന്നു. നീ പോയി കഴിക്കാരിശി. ഇല്ല, നിങ്ങളെപ്പോലെ എൻ്റെ തീരുമാനം ഉറച്ചതാ. മാഹി പറഞ്ഞതൊന്നും ചെവിക്കൊള്ളാതെ ആര് പറഞ്ഞു. വെറുതെ വാശി പിടിക്കേണ്ട അരിശി, പോയി കഴിക്ക്. മഹി വന്ന ദേഷ്യം മടക്കി ആരുവിനോട് പറഞ്ഞു. ഇല്ല, ഞാൻ എടുത്ത തീരുമാനത്തിൽ ഞാൻ പിന്മാറില്ല. എന്തെന്ന് വെച്ചാൽ ചെയ്യ്, വിശക്കുമ്പോൾ തനി എടുത്ത് കഴിച്ചോളൂ. ആരുവിൻ്റെ വാശി കണ്ട് മഹി ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു. നിങ്ങൾ എന്നോട് മിണ്ടാൻ വരണ്ട, ഞാൻ നിങ്ങളോട് മിണ്ടത്തില്ല. അതുകൊണ്ട് തന്നെ ചെവിക്ക് ഇത്രയെങ്കിലും ആശ്വാസം കിട്ടുമല്ലോ. ആര് പറഞ്ഞത് കേട്ട് മഹി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും ആരവനെ നോക്കി കണ്ണിലിട്ട് നോക്കി യൂണിഫോമും സാരിയും മറ്റും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. ആര് ഡ്രസ്സ് മാറ്റി വരുമ്പോൾ റൂമിൽ മഹിയില്ലായിരുന്നു. എൻ്റെ ദൈവമേ, ഞാൻ പട്ടിണി കിടന്ന് ചാകേണ്ടി വരുമോ? എന്നാലും വേണ്ടില്ല, ആ ചെകുത്താന് മുന്നിൽ തോൽക്കുന്ന പ്രശ്നമല്ല. വിശപ്പുണ്ടെങ്കിലും കഴിക്കില്ലെന്ന വാശിയിൽ അതും പറഞ്ഞ് വേഗം റെഡിയായി പുറത്തേക്ക് നടന്നു. കെട്ടിയിറങ്ങി പോകുന്നത് കണ്ടാൽ വലിയ ഉദ്യോഗത്തിന് പോകുന്ന പോലെയാണല്ലോ. നക്കാപ്പിച്ച ശമ്പളമുള്ള ജോലിക്കാണെന്ന് ആരും കണ്ട പറയില്ല. ആര് സ്റ്റെയറിൻ്റെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ആനക പറഞ്ഞു. നിനക്കൊക്കെ അത് തുച്ഛമായിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ചെറുതാണെങ്കിൽ എനിക്കൊരു ജോലിയുണ്ട്, നിനക്ക് അതെങ്കിലും ഉണ്ടോ? ആനക പറഞ്ഞത് കേട്ട് കടുപ്പിച്ചുകൊണ്ട് ആരോ അവളോട് ചോദിച്ചു. നിന്നെപ്പോലെ കണ്ട ജോലി ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല. ഞാനൊക്കെ ഇത്തിരി സ്റ്റാൻഡേർഡിലെ കൂട്ടത്തിലാണ്. അതെ, അതുകൊണ്ടാണല്ലോ ആട്ടയെ പോലെ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. അനക പറഞ്ഞതിന് അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ആര് തിരിച്ചു പറഞ്ഞു. ഡീ. അനക ആര് പറഞ്ഞു കേട്ട് ദേഷ്യത്തിൽ ആരുവിനെ നോക്കി കൈയോങ്ങിയതും ആര് വേഗം തന്റെ ദേഹത്ത് പതിക്കുന്നതിന് മുമ്പായി അവളുടെ കൈ തടുത്തു. എന്റെ ദേഹത്ത് തൊടാൻ നീ വിവരം അറിയും. അതുകൊണ്ട് വെറുതെ ഞാനുമായി ഒരു പ്രശ്നത്തിന് വരാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. അനകയെ നോക്കി ഒരു താക്കീതെന്നവണ്ണം മാത്രം പറഞ്ഞവളുടെ കൈ ശക്തിയിൽ കുടഞ്ഞെറിഞ്ഞ് ആര് താഴേക്ക് പോയി. മോള് പോകാനിറങ്ങിയോ? റെഡിയായി താഴേക്ക് വന്ന ആരുവിനെ കണ്ട് എന്ത് ചോദിച്ചു. അതെ അമ്മേ, ഇറങ്ങി. ഇനി നിന്നാ ബസ് കിട്ടി എത്താൻ വൈകും. മോളൊന്നും കഴിച്ചില്ലല്ലോ, ഞാൻ കഴിക്കാനെടുക്കാം. വേണ്ടമ്മേ, വിശക്കുന്നില്ല. അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങി എന്തുവിനെ തടഞ്ഞുകൊണ്ട് ആര് പറഞ്ഞു. ഒന്നും കഴിക്കാതെ പോയ വിശക്കില്ല മോളെ, അതുകൊണ്ട് ഞാൻ കഴിക്കാനെടുക്കാം. വേണ്ട അമ്മേ, വൈകും. എന്നാലേ ഉച്ചക്കുള്ള ചോറ് പൊതിഞ്ഞു തരാം, നിൽക്ക്. അതൊന്നും വേണ്ടമ്മേ, ഞാനിനി കുറച്ച് ദിവസം നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചു. ആര് എന്തുവിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു. നിരാഹാരം കിടക്കേ? എന്തിന്? ആര് പറഞ്ഞത് കേട്ട് എന്ത് സംശയത്തിൽ ചോദിച്ചു. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം, ഇപ്പൊ പോട്ടെ, ഇല്ലെങ്കിലേ ഞാൻ സ്കൂളിലെത്താൻ വൈകും. എന്തുവിനോട് അത്രയുമായി പറഞ്ഞ് ആര് വേഗം പുറത്തേക്ക് ഇറങ്ങി. ഗേറ്റിന്റെ അടുത്തായി ബുള്ളറ്റിലിരിക്കുന്ന മഹിയെ കണ്ടെങ്കിലും അവൾ അവനെ കാണാത്ത ഭാവം നടിച്ച് മുന്നോട്ട് നടന്നു. എടി, വന്ന് കയറി, ഞാനാക്കി തരാം. ആരും മൈൻഡ് ചെയ്യാതെ മഹിയെ കടന്നു പോകാനാഞ്ഞതും മഹി വണ്ടി അവളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് നടന്നു പോകാൻ അറിയാം. ആരും മഹിയെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആരജി, വാശി വേണ്ട, വന്ന് കയറി. മഹി ശബ്ദം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വരില്ല നിങ്ങളുടെ കൂടെ. അതും പറഞ്ഞ് ആരും മുന്നോട്ട് നടന്നു പോയതും മഹി അവളെ നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ അവിടുന്ന് ഓടിച്ചു പോയി. അവസാനമായി സ്കൂളിൽ പോയ ദിവസം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആതിരെ തന്നെ അപമാനിച്ചതാലോചിച്ച് ആരുവിന് അങ്ങോട്ട് പോകാൻ വല്ലാത്ത പ്രയാസം തോന്നിയെങ്കിലും ആത്മവിശ്വാസം വീണ്ടെടുത്ത് ആര് ബസ് ഇറങ്ങി സ്കൂളിലേക്ക് നടന്നു. ആഹാ, ആരിത്? ആരിശിയോ? ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചാണോ ആരും നടന്നത്, കൃത്യമായി അവളുടെ മുന്നിൽ തന്നെയായി ആര് വന്നു പോയിട്ടിരുന്നു. എന്താ ആതിര, നീ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടില്ലേ? ആതിരയുടെ ചോദ്യം ഇഷ്ടപ്പെടാത്ത ആരും അവളെ നോക്കി ഇഷ്ടക്കേടോടെ പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. കണ്ടിട്ടുണ്ട്, പക്ഷേ നീ ഇത്തരക്കാരിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അല്ല, ഇത്രയും ദിവസം എവിടെയായിരുന്നു? വേറെ വല്ല പണച്ചാക്ക് നിന്റെ വലയിൽ വന്ന് വീണോ? തൊലിവെളുപ്പ് കാണിച്ച ആളുകളെ മയക്കെടുക്കാൻ നീ പിടിക്കുകയാണല്ലോ. കിട്ടിയ അവസരത്തിൽ ആരുവിനെ പരിഹസിച്ചുകൊണ്ട് ആരതി പറഞ്ഞു. സൂക്ഷിച്ച് സംസാരിക്കണം, നാവിന് എല്ലിലെന്ന് കരുതി എന്നും വിളിച്ച് പറയരുത്. മിണ്ടാതെന്നാൽ ശരിയാകില്ലെന്ന് മനസ്സിലായതും ആരു ദേഷ്യത്തിൽ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ കാണിക്കുന്നതല്ല, ഞാൻ പറയുന്നതാണല്ലേ തെറ്റ്. ഭർത്താവ് ഉണ്ടായിട്ടും നീ ഈ സ്കൂളിലെ സാറിന്റെ കൂടെ ഇല്ലായിരുന്നു. അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിന്നെ പോലുള്ള ട്രേഡ് റേറ്റുകൾ. ആതിര ബാക്കി പറയും മുമ്പായി ആരുവിന്റെ കൈ ഊക്കിൽ ആതിരയുടെ കവളിൽ പതിഞ്ഞിരുന്നു. കാര്യമറിയാതെ ഇനി എന്റെ മുന്നിൽ കിടന്ന് ചെറിച്ച ഇനി നിന്റെ മറ്റേ കവൾ ഞാൻ അടിച്ച് പൊടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട.
കിട്ടിയ അടിയുടെ ഷോക്കിൽ കവൾ പൊത്തി നിൽക്കുന്ന ആതിരയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞ് ആരോ അവളുടെ ബ്ലോക്കിലേക്ക് പോകാൻ തിരിഞ്ഞതും തന്റെ മുന്നിൽ നിൽക്കുന്ന മഹിയെ കണ്ട് ഒന്ന് പതറി. എന്താ ഇവിടെ? ബെല്ലടിക്കാനുള്ള ടൈമായി, പോകാൻ നോക്കി രണ്ടാളും. മീശമുറുക്കി ആരവനെ നോക്കിക്കൊണ്ട് മഹി പറഞ്ഞതും ആരവനൊന്ന് ദേഷിച്ച് നോക്കിക്കൊണ്ട് അവിടുന്ന് പോയി. കിട്ടേണ്ടത് കിട്ടിയ സ്ഥിതിക്ക് ആതിര ചെല്ല്. മഹി ആതിര ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞതും ആതിര വിളറിയ മുഖത്തോട് അവിടുന്ന് വേഗം തിരിഞ്ഞു നടന്നു. ആര് നേരെ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്കായിരുന്നു പോയത്. അവരുടെ അർത്ഥം വെച്ചുള്ള നോട്ടം കണ്ടെങ്കിലും ആരും അതൊന്നും കാര്യമാക്കാതെ സൈൻ ചെയ്ത് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ആഹാ, നീ നേരത്തെ വന്നോ? അത്ഭുതമാണല്ലോ. പതിവിന് വിപരീതമായി ആദ്യമായി നേരത്തെ എത്തിയ ആരുവിനെ കണ്ട് അതിശയഭാവം വരുത്തി കാർത്തിക ആരുവിനെ നോക്കി പറഞ്ഞു. പൊടി കാളിയാക്കാതെ. ആര് കാർത്തികയെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് അവളുടെ സീറ്റിലിരുന്നു. എന്ത് പറ്റി? പതിവില്ലാത്തൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. കാർത്തിക ആരുവിനെ അടിമുറി വീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ, ഞാനിപ്പോൾ നേരത്തെ വന്നാണ് നിന്റെ പ്രശ്നം? ആര് കാർത്തികയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്റെ പൊന്നു, ഞാൻ വെറുതെ ചോദിച്ചതാ. കാർത്തിക ആരുവിനെ നോക്കി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. അവിടെയുള്ള മറ്റു സ്റ്റാഫുകൾ ആരുവിനെ നോക്കി ചിരിക്കുകയല്ലാതെ മറുത്തൊന്നും ചോദിച്ചില്ല. ആരും അവരോടൊന്നും മിണ്ടാനും പോകാതെ കാർത്തികയുമായിട്ട് സംസാരിച്ചിരുന്നു.